യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ അറ്റാക്ക് ഉണ്ടാകുന്നു. ആദ്യം രണ്ട് കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. യഥാർത്ഥ സംഭവമാണ് പറയാൻ പോകുന്നത്. ആർക്കും സംശയമൊന്നും തോന്നരുതേ. എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ ആദ്യം 2 കൂട്ടമായിട്ട് വന്നു, പിന്നെ അതൊരു 20 കൂട്ടമായിട്ട് അങ്ങ് ചിന്നിച്ചെതറുമായിരുന്നു. ആ ആളുടെ നേരെ പോലീസ് അയാളെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ മറ്റൊരാൾ അകത്തൂടെ കയറി നമ്മുടെ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ഏകദേശം 20 പേരുടെ കൂട്ടമായിട്ട് ചിന്നിച്ചെതറിയതിൽ ഒരു 2000-ഓളം പേരുണ്ടാവും. ആ 2000-ൽ 20 പേര് ആദ്യം സുരക്ഷാ വലയം ഭേദിച്ച് ഇങ്ങ് വന്ന്. അപ്പോൾ പോലീസുകാർ അവിടെ കയ്യും കെട്ടി കുറേ പേര് നോക്കി നിന്ന്, ബാക്കി കുറേ പേര് റെയിൽവേ സ്റ്റേഷനിൽ ചായ കുടിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് പേര് ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരുന്നതുകൊണ്ട് ഇങ്ങനെ കൊതുകിനെ അടിക്കുന്ന ബാറ്റുണ്ടല്ലോ, അത് വെച്ച് അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനുശേഷം അവരെ പിടിച്ച് അപ്പോഴാണ് അതിനുശേഷം അടുത്ത കൂട്ടം വരുന്നു. ഇതുവരെ ഒക്കെ ആണല്ലോ. അപ്പം അതിന് ശേഷമാണ് പിന്നെ ആ 20ആയിട്ട് തിരിഞ്ഞതിൽ 2000 പേരടങ്ങുന്ന വേറൊരു കൂട്ടം പെട്ടെന്ന് വന്നത്. അടുത്ത പാൻറ് ഷർട്ടും ഒക്കെ ഇട്ട് 2-3 പേര് അപ്പോൾ വരുന്നു. 2-3 അറിയില്ല, അപ്പോൾ വരുന്നു. 100 കണക്കിന് ആളുകൾ പിന്നെ അതാ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് വന്നു. നേരത്തത് തെറ്റിപ്പോരുത്, മുണ്ടും ഷർട്ടും ആയിരുന്നു, ഇപ്പോൾ പാൻറ്റും ഷർട്ട്. പിന്നെ ജീൻസും ബനിയനും ധരിച്ചവർ അടുത്ത സെക്ഷനിൽ വരുന്നുണ്ട്. ഇനി നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം ചെയ്യുന്നതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോൾ ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ നടക്കുന്നത്. ജനാധിപത്യപരമായിട്ട് അവർക്ക് മുണ്ടുരിഞ്ഞ് തലയെ കെട്ടി അവിടെ എവിടെയും ചാടിക്കൂടെ? ജനാധിപത്യപരമായിട്ട് അവർക്ക് ഹെൽമറ്റോ ചെടിച്ചട്ടിയോ എടുത്ത് തലയ്ക്ക് അടിച്ചുകൂടെ? ജനാധിപത്യപരമായിട്ട് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് ട്രെയിൻ തടയാം, ആളുകളുടെ യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാം. അങ്ങനെ ജനാധിപത്യപരമായിട്ട് എന്തൊക്കെ ചെയ്യാമായിരുന്നു. എന്നിട്ടും അവർ ചെയ്തത് കരിങ്കൊടി വീശുക എന്നുള്ളതാണ്. അത് ശരിയാണോ? ഞാൻ പറയാണ്, ഇത് എനിക്ക് നടക്കാൻ കഴിയില്ലേ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ടം വരുന്നത്. അപ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള കാര്യമായി പറയുന്നത് കേട്ടോ. എനിക്ക് നടക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ സഹോദരങ്ങളെ? എനിക്കിവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഇല്ലേ കൂടപ്പിറപ്പുകളെ? എന്നൊക്കെ വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞതിനെ AI ഉപയോഗിച്ച് എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത്? എന്തിൻ്റെ സമരം, എന്തിൻ്റെ പ്രതിഷേധം, ഇങ്ങോട്ട് വാടാ, ഞാൻ അങ്ങോട്ട് വരാടാ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരോട് കയർക്കുന്നതിൻ്റെ, അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിൻ്റെയുമായിട്ടുള്ള രീതിയിലാണ് AI ഉപയോഗിച്ച് ശത്രുക്കൾ പ്രചരിപ്പിച്ചത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ച ഇതാണ്. ഞാൻ സാധാരണ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ എനിക്ക് എൻ്റെ നടപ്പ് സ്ലോ ആയി. ആദ്യം ഒരു 150 കിലോമീറ്റർ സ്പീഡിൽ നടന്നു വന്നുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് ഒരു 30 കിലോമീറ്റർ സ്പീഡിലേക്ക് സഡനായിട്ട് ഡൗൺ ആവുമായിരുന്നു. അതൊക്കെ കൃത്യമായിട്ട് മാധ്യമങ്ങൾ തന്നിട്ടുണ്ടോ എന്നറിയില്ല. ആ സ്പീഡിലുണ്ടായ ചേഞ്ച് മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്തിടുന്നുണ്ടാകാം. മൊത്തം എഡിറ്റിങ്ങാ. സ്വാഭാവികമായിട്ട് നിങ്ങൾ കണ്ടതെല്ലാം എഡിറ്റിങ്ങാ. അസ്വാഭാവികമായിട്ട് അവിടെ പലതും നടന്നു, അതൊക്കെയാ സത്യം. പക്ഷെ നിർഭാഗ്യവശാൽ അതൊന്നും ക്യാമറയിൽ തെളിഞ്ഞില്ല. അപ്പോഴും മീഡിയ എൻ്റെ പുറകെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അവരോട് തിരിഞ്ഞ് ചോദിക്കുന്നത് എന്താണെന്നറിയോ? അത് അവർ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്നെ നിങ്ങൾക്ക് വെറുതെ വിട്ടൂടെ? ചോദിച്ചായിരുന്നു. 2 കുപ്പി കണ്ണുനീരും അവിടെ ഒഴുക്കിയായിരുന്നു. പക്ഷെ അവരത് കാണിച്ചില്ല. എന്നെ വെറുതെ വിട്ടുകൂടെ, ഞാൻ ദേ തളർന്ന് വീഴാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞായിരുന്നു. പക്ഷെ അത് കാണിച്ചില്ല. എൻ്റെ ശരീരം വേദനിച്ചു. എനിക്ക് ഉണ്ടായിട്ടുള്ള പ്രശ്നം എൻ്റെ ശരീരം വലിച്ചുലച്ചു എന്ന് പറയുമ്പോൾ ഇറച്ചി ഒലത്തിയാ ഇങ്ങനെ കിടന്ന് ഒലയത്തില്ല. അതുപോലുള്ള ഒലത്തിയത്. ഇനി ഞാൻ എന്തോ ഒലത്താനായി ഇലക്ഷൻ എന്നായി ഇരുന്നുകൊണ്ട് ആലോചിക്കുന്നത്. അപ്പം പറഞ്ഞു വന്നത്, എന്നെ വലിച്ചിഴച്ച് അവിടെ കേട്ട് എന്നെ ശാരീരിക ഉപദ്രവം നടത്തിയത് നിങ്ങളെല്ലാവരും കണ്ടില്ലേ വീഡിയോയിൽ കൂടെ. അത്രേ എന്നെ കയ്യേറ്റം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ശരീരമൊക്കെ എനിക്കങ്ങ് വേദന തുടങ്ങി. പിന്നെ ആ കരിമ്പൊടി വീശിയതിൻ്റെ കാറ്റെന്ന് പറഞ്ഞാൽ ഓകി വീശിയപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടില്ല. അയ്യോ, കരിങ്കൊടിയുടെ കാറ്റാണോ കൊടുങ്കാറ്റാണോ എന്ന് തോന്നിപ്പോയി. ആ ഒരു കാറ്റിലാണ് കേട്ടോ ശരീരം അത്രയും വേദനിച്ചത്. അതിനിടയിൽ ആ ഒരു ഉന്തും തള്ളും മറ്റു ഇതെല്ലാം ഉണ്ടായില്ലേ. അപ്പോൾ ഞാൻ ഇവരോട് മീഡിയയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ ഒന്ന് വെറുതെ വിട്ടുകൂടെ? എങ്ങനെയുണ്ട് കഥ? കറക്റ്റായിട്ടല്ലേ പോകുന്നത്? അപ്പോൾ അങ്ങനെ അവിടെ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായപ്പോൾ ഞാനൊരു സൈഡിൽ ശാരീരിക അവശതയോടെ മാറി നിൽക്കുകയാണല്ലോ. AI നിർബന്ധം നിങ്ങൾ കണക്കാക്കണ്ട കേട്ടോ. AI വീഡിയോ വന്നപ്പോൾ ഞാൻ അവരോട് കയർക്കുന്നതൊക്കെ ആയിട്ടാണ് വന്നത്. സത്യത്തിൽ ഞാനവിടെ മാറി നിൽക്കുകയായിരുന്നു. അപ്പം മീഡിയയോടെ ചോദിച്ചത് ഞാൻ, എന്നെ വെറുതെ വിട്ടുകൂടെയെന്ന്. അല്ലാതെ ഈ KSU പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചിട്ടേ ഇല്ല, അവരെ പ്രകോപിപ്പിച്ചിട്ടേ ഇല്ല. ചെവിയുടെ എനിക്ക് ആദ്യം ഞാൻ നോക്കിയത് എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് എന്തോ ഫ്ലോ ചെയ്യുന്നില്ല തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ബ്ലഡ് വല്ലാണോ എന്ന് നോക്കിയപ്പോൾ ബ്ലഡ് അല്ല. ബ്ലഡ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ഇടയ്ക്ക് ചെവിയിലിട്ട് ആരോ കൂർത്ത മൊനയുള്ള എന്തോ ഒരു ആയുധം ഉപയോഗിച്ച് കുത്തിയായിരുന്നു. അതും ദൃശ്യങ്ങളിൽ കിട്ടിയിട്ടില്ല. ഞാൻ പോലീസിനോടും
അപ്പോൾ പോലീസിനോട് പറയുന്നുണ്ട് മാഡം മുന്നേ 1 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ വരാൻ, 1 മിനിറ്റേ ഉള്ളൂ ട്രെയിൻ വരാൻ എന്ന് പറയുന്നുണ്ട്. അപ്പം ആ പോലീസുകാർ പെട്ടെന്ന് വാ, ഇപ്പം ട്രെയിൻ മിസ്സാവും, 1 മിനിറ്റും കൂടെ ഉള്ളൂ, വാ വാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുന്ന സീനാണ് കണ്ടത്. അതിൽ ചിലർ മാഡം പ്ലീസ് നിങ്ങളൊന്ന് അടങ്ങ്, നിങ്ങൾ അവരുടെ മുന്നിലോട്ട് ചാടിക്കയറാൻ പോകാതെ നിങ്ങൾ ഇത്തിരി ഒന്ന് ഒതുങ്ങ് എന്ന് പറയുന്നത് പോലെ ആക്കിയാണ് ചിത്രങ്ങൾ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചത്. എനിക്ക് ഈ ഭാഗത്ത് നല്ല വേദന ആയി തുടങ്ങി. അത് ഈ ഭാഗത്താണ് എനിക്ക് നല്ല വേദനയും പിടുത്തവും ആയി തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് ഈ അപ്പുറത്തായിരുന്നു ഏതാണ്ട് ഈ ഭാഗത്തായിട്ട് അപ്പോഴത്തേക്ക് നല്ല വേദന തുടങ്ങി. പിന്നെ നല്ല ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥയിൽ ശരീരം എത്തിയിട്ടുണ്ട്, നല്ല വേദന ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ചത് ഷംസീറും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ. വളരെ ക്ലിയർ ഇന്റൻഷനോട് കൂടി എന്നെ ഉപദ്രവിക്കണം എന്നുള്ള ഇന്റൻഷനോടും ആക്രമിക്കണം എന്നുള്ള ഇന്റൻഷനോട് കൂടിയാണ് വന്നത്. അങ്ങോട്ട് യാതൊരുവിധ പ്രകോപനവും ഉണ്ടാക്കിയിട്ടില്ല. അവർ കൃത്യമായിട്ട് മാസങ്ങൾ അവർ എടുത്ത് ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ പോലെ ഒരു വിജനമായ സ്ഥലത്ത് എന്നെ ആക്രമിക്കാൻ തുനിഞ്ഞത്. എനിക്ക് കഴുത്തിലുണ്ട്, കൈകളിലുണ്ട്. എൻ്റെ കഴുത്തിൽ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കഴുത്തിൽ മാത്രമല്ല, 2 കൈ, മുതുക്, കാല് മൊത്തത്തിൽ തല്ലി ചതച്ച്. ഒരു സ്ത്രീക്കെതിരെ സമരം നടത്തുമ്പോൾ പെൺകുട്ടികളോ വനിതകളോ ഒക്കെ ഉണ്ടാവില്ലേ? ഇതങ്ങനെ ഒന്നുമല്ല. ഒരു സ്ത്രീക്കെതിരെ കരിങ്കൊടി വീശാൻ വരുമ്പം 5-6 വനിതകളുമായിട്ട് വന്ന് കരിങ്കൊടി വീശണമെന്നുള്ള അടിസ്ഥാന മര്യാദ പോലും അവർ കാണിച്ചില്ല. പിന്നെ ഒരു സ്ത്രീക്കെതിരെ കരിങ്കൊടി വീശുമ്പോൾ കട്ടി കുറഞ്ഞ തുണി ഉപയോഗിച്ചുള്ള കൊടി നിർമ്മിക്കണം എന്നുള്ള ധാരണ അവർക്കില്ലാതെ പോയി. ആ കൊടിയുടെ തുണി ഉണ്ടാക്കിയത് എനിക്ക് തോന്നുന്നത് കരിങ്കല്ലിൽ നിന്ന് ചീന്തിയെടുത്ത ചീളുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നാണ് തോന്നുന്നു. അതെ, ഒരു ആൺകൂട്ടം ആക്രമിക്കുകയാണ്. ഒരു ആൺകൂട്ടം ആക്രമിക്കാന്ന് മാത്രമല്ല, ഒരു പെൺകൂട്ടമാണ് സുരക്ഷാ വലയൊക്കെ ഭേദിച്ച് ഓടി വന്ന് അറഞ്ചം പിറഞ്ചം തല്ലിച്ചതച്ചിരുന്നെങ്കിലും ഞാൻ സമാധാനപ്പെട്ടേനെ, പരാതിപ്പെടില്ലായിരുന്നു, എൻ്റെ ശരീരം നോവില്ലായിരുന്നു. ആൺകൂട്ടം സുരക്ഷാ വലയം ഭേദിക്കാൻ വേണ്ടി ഓടി വന്നു. അപ്പോൾ എന്നെ തടയാൻ വേണ്ടി നിന്ന ആൺകൂട്ടം, പോലീസുകാരാകുന്ന ആൺകൂട്ടം എവിടെയായിരുന്നു എന്ന് ചോദിക്കരുത്. കാരണം എൻ്റെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല അത്. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങളെയും കൂടെ ഞാൻ കേസിൽ പ്രതി ചേർക്കും, വേദന കൂട്ടിയെന്നും പറഞ്ഞു. കയറിയിട്ട് എൻ്റെ അടുത്തേക്കും എൻ്റെ ആ വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്കും എത്തുകയാണ്. റൂട്ട് കറക്റ്റ് അല്ലേ? ഞാനൊരു വനിത, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു വനിതാ പോലീസ്. ഗൺമാൻ എവിടെ പോയെന്നോ? ഗൺമാന് വല്ലാത്ത പുറം ചൊറിച്ചില്ലെന്ന് പറഞ്ഞു. ചൊറിയാൻ അങ്ങോട്ട് മാറി എന്ന സമയത്താണ് പെട്ടെന്ന് ഞങ്ങൾ 2 വനിതകളല്ലേ, കേസ് മാറുവാണ്, മനസ്സിലായില്ലേ? സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം വകുപ്പ് അതാണ്, സ്ട്രോങ് അല്ലേ? ഈ രാജ്യാന്തര ആയുർവേദ ഗവേഷണം സാധ്യമാക്കിയതിനാണെങ്കിൽ, ജില്ലാ ആശുപത്രിയിൽ പുതിയ കിഫ്ബി കെട്ടിടം സാധ്യമാക്കിയതിനാണെങ്കിൽ, അവിടെ കാത്തലാബ് സാധ്യമാക്കിയതിനാണെങ്കിൽ, അങ്ങനെ കേരളത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത വലിയ വലിയ നേട്ടങ്ങൾ, കാര്യങ്ങൾ, സംഭവങ്ങൾ ഞാൻ സാധിച്ചതാണ് എൻ്റെ തെറ്റെങ്കിൽ പിന്നെ മലബാർ അനക്കം കൂടുന്നല്ലേ? സത്യത്തിൽ തീരാൻ വയ്യ, പിന്നെ നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഇത്ര സംസാരിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ നേരെ ചെന്ന് കയറ്റിയത് ICUയിൽ നിന്ന് നേരെ വീട്ടിലോട്ട് ഡിസ്ചാർജായി പോകുന്ന ആദ്യ രോഗി എന്ന ഒരു ഖ്യാതി കൂടി ഞാൻ നേടിയതിൽ നിങ്ങൾക്കുള്ള സന്തോഷം ഞാൻ അറിയുന്നുണ്ട്. പിന്നെ ഫെബ്രുവരി 25 ലോക പെടലി ദിനമായിട്ട് എല്ലാവരും ഇനി വരും വർഷങ്ങളിൽ മറക്കാതെ ആഘോഷിക്കണം എന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്. സിനിമ ആദ്യം പാളി മുഖ്യദാസൻ്റെ, പിന്നെ നാടകം പാളി. അപ്പോൾ ഈ കഥയിൽ എന്തെങ്കിലും ക്ലിക്കാകുമെന്ന് അറിയാനാണ്. ഡോക്ടർ റെസ്റ്റ് പറയാതിരുന്നിട്ടും അപകടനില തരണം ചെയ്ത ആളാണല്ലോ. കഴുത്തുളുക്കിയിട്ടൊക്കെ അപകടനില തരണം ചെയ്യാന്ന് പറഞ്ഞാൽ അത് അത്യപൂർവമായിട്ട് കിട്ടുന്ന ഭാഗ്യമാണ്. നാട്ടുകാരുടെയൊക്കെ പ്രാഗിൻ്റെ ഫലമായിട്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഇത്തിരി കുറഞ്ഞു പോയി.